ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ഷിബിൽ വടക്കേങ്ങര, ലീഗൽ അഡ്വൈസർ, GBC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കുള്ള അധികാരം ആസ് എ ലീഗൽ പേഴ്സൺ നമുക്കത് ഡെലഗേറ്റ് ചെയ്തു കൊടുക്കാൻ സാധ്യമാണ് എന്നറിയാത്തതിൻ്റെ പേരിൽ പലപ്പോഴും ലീഗലിയുള്ള പല ബുദ്ധിമുട്ടുകളും നേരിടുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ലീഗൽ എൻറ്റിറ്റിക്ക് മറ്റൊരാളിലേക്ക് അതിൻ്റെ അധികാരം സബ് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്ന പവർ ഓഫ് അറ്റോർണിയുടെ സിസ്റ്റം ദുബൈയിലുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലരും അത് അറിയാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ദുബൈയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മുഖ്തിയാർ പവർ ഓഫ് അറ്റോർണി എന്നൊക്കെ പറയുന്നത് ഇവിടെ തൗക്കീൽ പവർ ഓഫ് അറ്റോർണി എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. ആരാണോ കൊടുക്കുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ പ്രിൻസിപ്പൾ എന്ന് വിളിക്കുന്ന ആളെ ഇവിടെ വക്കീലെന്നും, ആർക്കാണോ നൽകപ്പെടുന്നത് ഏജന്റിനെ ഇവിടെ വക്കീലെന്നും വിളിക്കപ്പെടുന്നു. പ്രായപൂർത്തിയെത്തിയ മൈനർ കാറ്റഗറിയിൽ നിന്ന് വിട്ട മേജർ അല്ലെങ്കിൽ അഡൾട്ട് എന്ന് വിളിക്കപ്പെടാവുന്ന ആളുകൾക്കെല്ലാം അവരുടെ ലീഗൽ എൻറ്റിറ്റിയെ അല്ലെങ്കിൽ ആസ് എ ലീഗൽ പേഴ്സൺ അവരെ മറ്റൊരാൾക്ക് സബ് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു ആകച്ചുരുക്കം. നമ്മുടെ അധികാരങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അധികാരത്തിലുള്ള പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യാൻ, നമ്മുടെ ഷെയറുകൾ മാനേജ് ചെയ്യാൻ, ബിസിനസ്സിനുള്ള നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഷെയറുകളിലുള്ള ഡിസിഷനുകൾ എടുക്കാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികളിൽ നമ്മുടെ ഒരു ലീഗൽ പേഴ്സണായിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ, കോടതികളിൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഒരു അധികാരം അല്ലെങ്കിൽ അതിൻ്റെ സെയിൽ, മോർട്ട്ഗേജിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും ഇത്തരം POA പവർ ഓഫ് അറ്റോർണി സാധ്യമാണ് എന്നതാണ് വാസ്തവം. ദുബൈയെ സംബന്ധിച്ചിടത്തോളം ദുബായ് കോർട്സ് വഴിയോ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് വഴിയോ അബുദാബിയിൽ ADJD അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയോ ഇത്തരം പവർ ഓഫ് അറ്റോർണികൾ നോട്ടറൈസ് ചെയ്ത് നമുക്കതിൻ്റെ നമ്മുടെ ഈ ഒരു ലീഗൽ അതോറിറ്റിയെ മറ്റൊരാൾക്ക് സബ് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കൽ സാധ്യമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. പൊതുവിൽ നമ്മൾ അറിയാറുള്ളത് നാട്ടിലേക്ക് നമ്മുടെ അധികാരം ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി എംബസി ത്രൂ നമ്മൾ ചെയ്യുന്ന പവർ ഓഫ് അറ്റോർണികളാണ്. പക്ഷേ ദുബായിൽ അതെന്തോ വലിയ പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പല കാര്യങ്ങളിലും ഈ ഒരു വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. വളരെ സിമ്പിളായി ലീഗലൈസ് ചെയ്യാവുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇത് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം പവർ ഓഫ് അറ്റോർണികൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ ഒരു നിശ്ചിത ടെംപ്ലേറ്റിൽ ആ പവർ ഓഫ് അറ്റോർണി ചെയ്യുകയും അത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളെയും നമ്മൾ ലീഗലി കാണാറുണ്ട്. ഏതെങ്കിലും ഒരു പവർ ഓഫ് അറ്റോർണിയിലേക്ക് അവരുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും അടിച്ച് അതിനെ ഒഫീഷ്യലി തന്നെ നോട്ടറൈസ് ചെയ്തുകൊണ്ട് ഒരു പവർ ഓഫ് അറ്റോർണി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അതിൽ പ്രസ്താവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന ഒരു ലീഗൽ റീഡിങ്ങോ പ്രൂഫ് റീഡിങ്ങോ നടത്താൻ തയ്യാറാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ട് എൻ്റെ അവിടെയുള്ള ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് അവിടെയുള്ള എൻ്റെ അതോറിറ്റിയെ ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുമ്പോൾ അതിലൊരു സ്പെസിഫിക് ഡെലിഗേഷൻ ഉണ്ടാവും. ഈ പവർ ഓഫ് അറ്റോർണി തന്നെ ആമ്മയും ഉണ്ട്, ഹാസയും ഉണ്ട്. നമ്മളൊരു ഫോർ സ്പെസിഫിക് പർപ്പസ് നമ്മൾ പവർ ഓഫ് അറ്റോർണി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ജനറലി പവർ ഓഫ് അറ്റോർണി കൊടുക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. നമ്മളൊരു അതോറിറ്റിയുടെ മുന്നിലേക്ക് ഇത്തരം പവർ ഓഫ് അറ്റോർണി നമ്മുടെ PROക്ക് കൊടുക്കുമ്പോൾ അതിൽ ഏതൊക്കെ അധികാരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഇടങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതോറിറ്റിയുടെ മുന്നിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഷെയറുകളെ അല്ലെങ്കിൽ നമ്മുടെ അധികാരങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്യാനൊക്കെ ഉള്ള അതോറിറ്റി കൊടുത്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ദൂഷ്യഫലം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കാറ് സെയിലിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാറ് ബോർഡർ കടക്കാൻ വേണ്ടിയിട്ട് പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും അതിൽ മെൻഷൻ ചെയ്ത അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ധാരണയില്ലാത്തതിൻ്റെ പേരിൽ ബോർഡർ കടന്ന് ആ കാറ് സെയിൽ ചെയ്യുകയും നാട് വിടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പവർ ഓഫ് അറ്റോർണിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രൂഫ് റീഡിങ് നടത്തുന്ന, കൃത്യമായി അതിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കുക, ലീഗലി അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ലീഗലി അത് പ്രൂഫ് റീഡിങ് നടത്തിയതാണ് എന്ന ബോധ്യത്തോടു കൂടി പവർ ഓഫ് അറ്റോർണി നിർമ്മിക്കുക എന്നുള്ളതാണ് എൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തരാനുള്ളത്. എല്ലാത്തിനും ഉപരി ആസ് എ ലീഗൽ പേഴ്സൺ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ബാങ്കിങ് ഇടപാടുകൾ, നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകാൻ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു ലീഗൽ മാറ്ററാണ് ഈ പവർ ഓഫ് അറ്റോർണി എന്നുള്ളത്. അതിൻ്റെ ശരിയായ വശങ്ങളെ ധാരണയില്ലാത്തതിൻ്റെ പേരിൽ പലരും ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട്.
പവർ ഓഫ് അറ്റോർണിയുടെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ശരിയായ ഇടങ്ങളിൽ നിന്ന് പവർ ഓഫ് അറ്റോർണി നിർമ്മിച്ച് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. വീണ്ടും കാണാം. താങ്ക്